ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ നാൾ കൊണ്ട് വിചാരിക്കുകയാണ് ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുക, കാരണം ഇവിടെ കുറച്ച് പണി നടക്കുന്നു, അതിൻ്റെ കുറച്ച് സൗണ്ട് വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, എൻ്റെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഉള്ളത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഇപ്പം ഒരു 2 months ഒക്കെ ആയി കാണുമായിരിക്കും, ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A ഒക്കെ ആയിട്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുകയും ചെയ്തു, പക്ഷെ എനിക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം എൻ്റെ വീഡിയോ ഡിലേറ്റ് ആയി പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെതും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് Q&A തന്നെ തുടങ്ങിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മുഹ്സാന മുനാവേർ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ ആദ്യമേ ചോദിച്ചിരിക്കുന്നത്. ഹായ്. ഫസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ അത് തന്നെ ഇങ്ങനെ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന രീതിയൊക്കെ ഉള്ളവേ എനിക്കിഷ്ടമായി. സത്യം പറഞ്ഞാൽ ഈ കമന്റ് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നതാണ്. ഒരു 10 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ 10 ക്വസ്റ്റ്യൻസിനും റിപ്ലൈ കൊടുക്കാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹായ് മുഹ്സാന. ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. റിദ നസ്രിൻ എന്നാണ് കേട്ടോ ഫുൾ നെയിം വരുന്നത്. ഏജ് എത്ര? ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് 23 ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഏത് കോഴ്സാണ് പഠിക്കുന്നത്, എവിടെയാണ്? BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി ആണ് പഠിക്കുന്നത്. പറഞ്ഞു ഞാൻ മടുത്ത്. പിന്നെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃച്ചിയിലാണ്. തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കാം, തൃച്ചിയിൽ വരുന്നതും പോകുന്നതും ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ എവിടാ ഹോം? ആലപ്പുഴ ജില്ലയാണെന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് കൊല്ലം സൈഡാണ് കേട്ടോ. ചാരുമൂട്, കായംകുളം ചാരുമൂട് അങ്ങനെ പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഡാഡി, മമ്മി, പിന്നെ ഒരു ബ്രദർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഞാനുണ്ട്. ഞങ്ങൾ 4 പേരാണ് കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിംഗിൾ ഓർ കമ്മിറ്റഡ് എന്ന്. വീട്ടിലും നാട്ടിലും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ. യൂട്യൂബ് തുടങ്ങാനുള്ള പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നിയ ഒരു സുപ്രഭാതത്തിൽ ഞാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് അതിൽ നിന്നൊരു ഒരു ഇൻകം എന്നതിനെക്കാട്ടിൽ കുറച്ച് പേര് കാണുമ്പോൾ നമ്മളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മളോട് ഒന്ന് മിണ്ടുന്ന, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോം ആൻഡ് ഡാഡ് നെയിം ജോബ്. അമ്മ ടീച്ചറാണ്. പിന്നെ ഡാഡ് നെയിം ജോബ്, സോൾജിയർ ആണ് കേട്ടോ, മിലിറ്ററിയിലാണ്. 10 സിബ്ലിങ്സ് ഉണ്ടോ? 10ാമത്തെ സിബ്ലിങ്സ് ഉണ്ടോ എന്ന്. ഒരു എൽഡർ ബ്രദർ ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ബാബു വെള്ളേന്. എന്താ പേര് സൂപ്പർ ആണ് കേട്ടോ. പേരെന്താണെന്നാണോ ചോദിച്ചത്? റിദ നസ്രിൻ എന്നാണ് കേട്ടോ പേര്. ഫുൾ നെയിം പ്ലേസ് സമീഷ ഷാഹുൽ ചോദിച്ചിട്ടുണ്ട്. റിദ നസ്രിൻ. ചേച്ചിക്ക് എത്ര ഏജ് ഉണ്ട്? 23. അത് ഗോപിക ലാലാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ജിബിൻ ജോൺ ചോദിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ എവിടെയാണ്, തമിഴ്നാട് എവിടെ പഠിക്കുന്നത്? ഉറപ്പായി റിപ്ലൈ തരണം കേട്ടോ. ആലപ്പുഴയിൽ കായംകുളം എന്ന സ്ഥലത്താണ് ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാൻ. പിന്നെ തമിഴ്നാട്ടിൽ എവിടെ പഠിക്കുക? തമിഴ്നാട്ടിൽ തൃച്ചിയിലാണ് പഠിക്കുന്നത്. കോളേജ് നെയിമും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതുകൊണ്ടാണ് കോളേജിന്റെ നെയിമും കാര്യങ്ങളൊന്നും പറയാത്തത്. പ്ലേസ് പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ പേർക്കും കോളേജ് ഏതാണെന്നൊക്കെ അറിയായിരിക്കും, കാരണം ഞാൻ എൻ്റെ ID-യിലും അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ അറിയായിരിക്കും. പിന്നെ യൂണിഫോം വെച്ചിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ദാമോദർ ജി ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അർച്ചന ചോദിച്ചിരിക്കുന്നത് ഏത് കോഴ്സാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത് അതും പറഞ്ഞു. BSc നഴ്സിംഗിന് കാൽക്കുലേറ്റർ, ഇൻസ്ട്രുമെന്റ് ബുക്സ് ഇവ വേണോ? എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. ഞാൻ അലൈഡ് ഹെൽത്ത് സയൻസ് വരുന്നൊരു കോഴ്സാണ് എൻ്റെത്. എനിക്ക് നഴ്സിംഗിൻ്റെ അറിയത്തില്ല, ഞാൻ വേണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. പിന്നെ മണി രാജു പറഞ്ഞിരിക്കുന്നത് ഫ്രം തമിഴ്നാട്. പ്രവീണ പ്രകാശ് ചോദിച്ചിരിക്കുന്ന ഫേവറേറ്റ് മെമ്മറീസ് ഇൻ സ്കൂൾ ലൈഫ്. ഇത് ചോദിച്ചിരിക്കുന്നത് എന്നോട് 10th പഠിക്കുന്ന ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ചോദിച്ചത്. 10th പഠിച്ച ഒരു ഫ്രണ്ട് തന്നെയാണ്. ഫേവറേറ്റ് മെമ്മറീസ് ഇൻ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഓർത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൗഡറും കൺമഷിയും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു ക്ലാസ്സിൽ. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരുക്കവും കാര്യങ്ങളും അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഫേവറേറ്റ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആശ ചോദിച്ചിരിക്കും ചേച്ചിയുടെ വീട് കായംകുളം എവിടെയാണ്? എനിക്ക് നല്ല പരിചയം തോന്നുന്നു, ചേച്ചിയെ കണ്ടിട്ട് റിപ്ലൈ തരണേ. കായംകുളം ചാരുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ.
ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കായംകുളം ആ സൈഡിലേക്ക് എപ്പോഴും അങ്ങനെ വരാറുണ്ട് കേട്ടോ. ചിത്തിര എം ചിത്തു, അൺഫർഗറ്റബിൾ മെമ്മറി മൊമെന്റ്സ് ഇൻ യുവർ സ്കൂൾ ഡേയ്സ്. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അൺഫർഗറ്റബിൾ മൊമെന്റ്സ് ഇൻ യുവർ സ്കൂൾ ഡേയ്സ് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരുക്കമുണ്ടായിരുന്നു, ഒരുക്കമായിരുന്നു മെയിൻ, അതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിഷമം ഉണ്ടായൊരു കാര്യം ഞാൻ പറയാം. +2 ഫെയർവെൽ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അതെനിക്കൊരു അൺഫോർഗറ്റബിൾ മെമ്മറീസ് ഒന്നും അല്ല, എനിക്കിത് പോകാൻ പറ്റില്ല. അന്ന് പോയാൽ കുറച്ച് മെമ്മറീസ് ഒക്കെ കിട്ടിയാണ്, പക്ഷെ പോകാൻ പറ്റിയില്ല. ഷാഹിന ചോദിച്ചേക്കുന്ന വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു ദിവസം ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ റിഹാന ഫാത്തിമ ചോദിച്ചേക്കുന്നത് എന്താ പഠിക്കുന്നത്? BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അലൈഡ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഇത്. അതാണ് പഠിക്കുന്നത്. ആൻസർ ചോദിച്ചേക്കുന്നത് ചേച്ചി ഈസ് സെപ്പറേറ്റ് മെസ് ഫോർ തമിഴ്നാട് ആൻഡ് കേരള സ്റ്റുഡൻസ് ഇൻ യുവർ കോളേജ് ഹോസ്റ്റൽ. അതെ, 2 പേർക്കും, അതായത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് മെസ് തന്നെയാണ്. പക്ഷെ ഒരു ചുമരിന്റെ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. സെപ്പറേറ്റ് മെസ് തന്നെയാണ്, 2 ഭാഗത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ചാരു ചോദിച്ചേക്കുന്ന കോളേജ് നെയിം. സോറി, ഞാൻ കോളേജ് നെയിം ഇപ്പോൾ പറയുന്നില്ല കേട്ടോ. ഞാൻ പോകെ പറയാം, ഇപ്പം എന്തായാലും പറയാനായിട്ട് പറ്റില്ല. ചേച്ചി OT&T ടഫാണോ? അഭിരാമി ചോദിച്ചേക്കുന്നു ചേച്ചി OT&T ടഫാണോ? ഞാൻ ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു AT ആൻഡ് OTക്ക്. പിന്നെ നിങ്ങളുടെ യൂണിഫോം ഒക്കെ എങ്ങനെയാ? എൻ്റെ ഷോർട്സിൽ കാണുന്ന ആ ഒരു യൂണിഫോം തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക്. കോഴ്സ് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തട്ടിയും മുട്ടിയും ഒക്കെ പാസ്സാവാം, പിന്നെ പഠിച്ചെടുക്കാൻ പറ്റും, പിന്നെ ചെക്ക് ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ മുകളിൽ ഇരിക്കുന്നവരുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ. പവിത്ര ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്താ പഠിക്കുന്നത്, എവിടെയാ പഠിക്കുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആർ സിംഗിൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചേച്ചി തട്ടുകടയിൽ കിട്ടുന്ന നൂഡിൽസിന്റെ നെയിം പറയാമോ? വീഡിയോയിൽ കാണിച്ചായിരുന്നു. അങ്ങനെ പേരൊന്നും ഇല്ല കേട്ടോ, ചിക്കൻ നൂഡിൽസ് പറഞ്ഞാൽ മതി, കിട്ടിക്കോളൂ. പിന്നെ ചേച്ചി തമിഴ്നാട്ടിൽ പഠിക്കുന്നതിന്റെ ചെലവൊക്കെ എത്രയാണ്? എക്സ്പെക്ട് ഹോസ്റ്റൽ ചെലവ് അല്ലാതുള്ള ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വിശക്കും. ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് വരുന്നത് വൈകിട്ടത്തെ ചായ വരുന്നത് നമുക്കൊരു 6:30-7 മണിക്ക്, 6:30ക്കും 7 മണിക്കും ഇടയ്ക്കായിരിക്കും. അവിടെ എന്തോ പാല് കിട്ടുന്നതിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് ചായയും സ്നാക്സും വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനിടയ്ക്ക് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, നല്ല വിശപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങി കഴിക്കും. അപ്പം അങ്ങനെ ഓരോ ദിവസവും പൈസ ഉണ്ടെന്ന്, ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയമാണെങ്കിൽ കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഒരു 50 രൂപയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 600 രൂപ പൊട്ടിയിട്ടുണ്ട് ഒരു ദിവസം. പക്ഷേ ഒരു ദിവസം പൈസ ഇല്ലാതെ ജീവിക്കാനും പറ്റും. അത് ഞാൻ ഏതൊരു വീഡിയോ കണ്ടോട്ട് 100 രൂപ കൊണ്ട് ജീവിക്കാനും, എന്ത് പറഞ്ഞാൽ പറയുമല്ലോ, എന്ത് വരുന്നു, 1000 രൂപ ചെലവാക്കാനും പറ്റും ഒരു ദിവസം. പക്ഷെ 1 രൂപ കൊണ്ട് സർവൈവ് ചെയ്യാനും പറ്റുമെന്ന് പറയുന്നോട്ട്. അത് ഹോസ്റ്റലേഴ്സിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെ ബാധകമായിരിക്കും. കാശൊക്കെ തീരുമല്ലോ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക്. പിന്നെ ചേച്ചിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലേ? യൂട്യൂബ് ആൻഡ് സ്റ്റഡീസ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു? യൂട്യൂബ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളൂ. സ്റ്റഡീസ് ഞാനിപ്പോൾ സ്റ്റഡീസ് ഒക്കെ കുറെ പുറകോട്ട് പോയിട്ട് ഇനി ഒന്നേന്നും പറഞ്ഞ് പൊടി തട്ടി ബുക്കൊക്കെ എടുത്ത് പഠിക്കണം. യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയൊക്കെ എത്തി. അപ്പം ഇനി നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാം. പിന്നെ വീഡിയോസിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ പോകുന്ന സമയത്ത് എടുക്കും, പിന്നെ ഇടയ്ക്ക് ബ്രേക്കിൽ എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ വന്ന് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോയി ഫ്രഷ് ആക്കാനൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെയാണ്. അശ്വിൻ ഷാജി ഒരു ലവിന്റെ ഇമോജി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ വീഡിയോയിലും വന്ന് കമന്റ് ചെയ്യാറുണ്ട് അശ്വിൻ ഷാജിക്ക്. ഹായ്. പവിത്ര ചോദിച്ചിട്ടുണ്ട് ചേച്ചി കമ്മിറ്റഡ് ആണോ? ലുഫ്ന ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിലുള്ളവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമോ ചേച്ചി?
ഡീറ്റെയിൽ വീഡിയോ ഇടാവേ. അതിൻ്റെയൊക്കെ വീഡിയോ തുടങ്ങാനുള്ള പ്രചോദനം എന്താ? ചുമ്മാ എനിക്ക് വീഡിയോ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, യൂട്യൂബിൽ കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് അതിൽ നിന്നൊരു ഇൻകം വേണമെന്നുണ്ട്, പിന്നെ അതുപോലെ നാട്ടുകാരെന്ന് അറിയണം എന്നുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞ ക്വസ്റ്റ്യനാണ് അത്. എ ഡാൻസ് യൂണിവേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഏത് കോഴ്സ് ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ചേച്ചിക്ക് ഹോസ്റ്റൽ ഫുഡ് പിടിക്കാറുണ്ടോ? ലൈക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ കഴിക്കാൻ പറ്റാറുണ്ടോ? ഹോസ്റ്റൽ ഫുഡ് മാത്രം നോക്കുമ്പോൾ നെക്സ്റ്റ് ഇയർ ഹോസ്റ്റൽ പോകാൻ ഉള്ളയാ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആൻഡ് ലവ് യു സോ മച്ച് ചേച്ചി അരുന്ധതി. ലവ് യു ടു അരുന്ധതി. അപ്പം കോളേജിന്റെ പേര് പറഞ്ഞില്ല, തൃച്ചിയിലാണ് പഠിക്കുന്നത്. തമിഴ്നാട്ടിലാണ്. ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ ഫുഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഡെങ്കു അല്ല, വൈറൽ ഫീവർ ഒക്കെ എപ്പോഴും വരുമായിരുന്നു, ഫുഡ് പോയിസൺ ഉണ്ടാകാറുണ്ടായിരുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ നമ്മൾ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കഴിക്കുന്ന തൊട്ട് അത്ര വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് വിശന്ന് കഴിയുമ്പം നമ്മൾ എന്താണെങ്കിലും കഴിച്ചോളൂ, അത്രേ ഉള്ളൂ. അത്ര വലിയ നല്ല ഫുഡൊന്നും അല്ല, എന്നാലും നമുക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ചില ഹോസ്റ്റലിലൊക്കെ ഫുഡ് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. രാഹുൽ ചോദിച്ചിട്ടുണ്ട് യു ഹാപ്പി അല്ലേ? 2 മാസം മുമ്പ് ചോദിച്ചു കേട്ടോ, ഞാൻ ഹാപ്പിയാണ്. ഹോ ഗെയിമിങ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ലൈൻ ഉണ്ടോ? പിന്നെ അടുത്ത ആദ്യത്തെ ചോദിച്ചിട്ടുണ്ട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ട് എന്താ റിയാക്ട് ഒന്നും ചെയ്യാത്ത? നെഗറ്റീവ് കമന്റ്സ് വരുന്ന ഇത് പറഞ്ഞപ്പോഴാട്ടോ ഓർത്തത്. എല്ലാ വീഡിയോസിലും വന്നും ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് കമന്റ് ആണ് ഇടുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ വയ്യ, വേറൊരു രീതിയിലുള്ള കമന്റ് ഒക്കെയാണ് വരുന്നത്. അവിടെ കിടന്ന് പറഞ്ഞു, ഞാനത് മൈൻഡ് ചെയ്യാൻ വരുന്നില്ല. അതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയമേ കാണത്തുള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ Q&A വീഡിയോ. ഇത്രയും ക്വസ്റ്റ്യനൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി എന്താ അറിയേണ്ടത്? ഇനി നമുക്ക് ഹോസ്റ്റലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഹോസ്റ്റലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഇങ്ങനെ തിരക്കുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഹോസ്റ്റലിൽ എപ്പോഴും ഫ്രീഡം ഉണ്ടോ, ഫോൺ ഉണ്ടോ, അതൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് എപ്പോഴും ഫോൺ അലോഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗിൽ എനിക്ക് തോന്നുന്നു സബ്മിഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. വരുന്ന സമയത്ത് സ്റ്റഡി അവറിൽ മാത്രം ഫോൺ വാങ്ങി വെക്കുമെന്ന് തോന്നുന്നു. നമുക്ക് എപ്പോഴും ഫോൺ കയ്യിലുണ്ടാകും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റലിൽ എപ്പോൾ വേണേലും പുറത്തു പോകാവോ, തിരിച്ചു കയറാവോ എന്ന്. അങ്ങനെ ഒരു ഡൗട്ടൊന്നും ആർക്കും വേണ്ട. നമ്മുടെ വീട് കൂട്ടൊന്നും അല്ല, നമുക്ക് എപ്പോൾ വേണേലും കയറാനും വരാനും പോകാനും ഒന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒരു 8:30 ഒക്കെ വരെ താഴത്തെ ക്യാൻറ്റീൻ വരെ പോകാനായിട്ട് പറ്റും. 8:30 വരെയൊക്കെ നൈറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അലോഡല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറണം. പിന്നെ നമ്മൾ ഹോസ്റ്റലിന് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ പേരെഴുതി സൈൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ഔട്ട് പാസ് വേണം, അത് കാണിച്ചിട്ട് വേണം പോകാനായിട്ട്. ഔട്ടിങ് അങ്ങനത്തെ കേസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനിലോട്ട് താഴത്തേക്ക് ചുമ്മാ നടക്കാനൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സൈൻ ചെയ്തിട്ട് പോകണം നമ്മൾ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹോസ്റ്റലിലേക്ക് പോകാനിരിക്കുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റീൽസ് വീഡിയോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഹോസ്റ്റലിലേക്കൊന്നും പോകണ്ട. അതൊന്നും അല്ല ലൈഫ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി കേട്ടോ നമ്മുടെ കോളേജ് ലൈഫ് വരുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ക്ലാസ്മേറ്റ്സ് ആദ്യമായിട്ട് കാണുന്നത്. ക്ലാസ്മേറ്റ്സ് കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു അതുപോലൊക്കെ ഒരു കോളേജിൽ പഠിക്കാനായിട്ട്. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, നമ്മള് സിനിമയിലൊക്കെ കാണുന്ന കോളേജ് ലൈഫും കാര്യങ്ങളും ലവ് സ്റ്റോറിയും ഒന്നും ഇല്ല. നമ്മള് റിയൽ ലൈഫിലേക്ക് വരുമ്പം റിയൽ ലൈഫ് കംപ്ലീറ്റ് വേറൊരു പാറ്റേണിലേക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ എന്താ, പിന്നെ ഫുഡിന്റെ കാര്യം ഞാൻ നമുക്ക് ആദ്യം വരുമ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫുഡൊക്കെ. പിന്നെ വന്ന് നമ്മൾ കഴിച്ച് ഒന്നും കിട്ടാതെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമല്ലോ, അപ്പൊ അങ്ങനെ കഴിച്ചങ്ങ് ശീലമായിക്കോളും. ആദ്യം വന്ന ടൈമിലൊക്കെ വായി വെക്കാൻ കൊള്ളാത്ത സാധനമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ സാധനങ്ങളൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെ പുതിയ കുക്ക് വന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ വാർഡന്റെ കാര്യമൊക്കെ ചോദിക്കുമായിരിക്കും. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ വാർഡനാണ്. അപ്പൊ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇൻഫോം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് വിട്ട്, അതായത് ഇപ്പൊ തമിഴ്നാട്ടിലാണല്ലോ ഞാൻ പഠിക്കുന്നത്, അപ്പം എപ്പോഴും ലീവ് ഉണ്ടോന്ന് എന്റെ നാട്ടിലൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ എപ്പോഴും നാട്ടിലാണ്, കാരണം എനിക്ക് തോന്നുമ്പോഴൊക്കെ നാട്ടിൽ വരാറുണ്ട്. ഈ 3rd ഇയർ അതായത് ഫൈനൽ ഇയർ ടൈം ആയപ്പോഴാണ് ഞാൻ കൂടുതൽ അങ്ങനെ ലീവ് എടുക്കാതിരുന്നത്. കാരണം ഈ വട്ടം അറ്റൻഡൻസിന്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാൻ, ഫൈനൽ ഇയർ ആണല്ലോ എന്ന് ഓർത്തിട്ട് അധികം ഞാൻ അങ്ങനെ ലീവിനൊന്നും വന്നില്ല. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫുള്ള് നാട്ടിലായിരുന്നു. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ കയറി വരുമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ഒതുങ്ങിയായിരുന്നു കേട്ടോ.
പിന്നെ ലീവ് എപ്പോഴും കിട്ടുമെന്നുണ്ടായിരുന്നു. ലീവ് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. നമുക്ക് ക്രിസ്മസ്, ഓണം, ഈസ്റ്റർ, വിഷുവിനൊന്നും നമുക്ക് ലീവില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ റംസാൻ, എല്ലാത്തിനും നമുക്ക് ലീവുണ്ട്. അതായത് ഡിപ്പെൻസ്, അതായത് നമ്മുടെ ആ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും അവർ ലീവ് വരുന്നത്. ഇപ്പോൾ ഓണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വീക്ക് മാക്സിമം കിട്ടും. പിന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് 4 days 5 days ഒക്കെ ആയിരിക്കും ക്രിസ്മസിന് കിട്ടുന്നത്. ന്യൂ ഇയറിന്റെ ടൈമിലേക്ക് പോകാനായിട്ട് പറയും. പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊക്കെ കോളേജിലെ എല്ലാ പ്രോഗ്രാംസും നടക്കുമോ എന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. സംഭവം പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൾച്ചറൽസ് ഉണ്ട്, സ്പോർട്സ് അങ്ങനെയില്ല. കൾച്ചറൽസ് ഉണ്ട്, ഓണം പ്രോഗ്രാം ഉണ്ട്, ക്രിസ്മസ് പ്രോഗ്രാം നടത്താറുണ്ട്. ഈ വട്ടം ക്രിസ്മസ് പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ മോസ്റ്റ്ലി എല്ലാ പ്രോഗ്രാംസും നമുക്ക് നടത്താറുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നത് ഓണം, കൾച്ചറൽസ് അങ്ങനെ വരുമ്പോഴാണ്. പിന്നെ ക്രിസ്മസിനും അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാറില്ല. പിന്നെ അവരുടെ സ്റ്റേറ്റിലേതായിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊങ്കലിനൊക്കെ നല്ല പരിപാടിയൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ട്. തമിഴ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരോടും മിണ്ടാറുണ്ട് കേട്ടോ. അവരോടും മിണ്ടാറുണ്ട്. കേരള ഫ്രണ്ട്സും ഉണ്ട്, തമിഴ് ഫ്രണ്ട്സും ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത് കേരള ഫ്രണ്ട്സിനോടായിരിക്കും. കാരണം നമ്മൾ റൂമൊക്കെ ഷെയർ ചെയ്യുന്നത് അവരുമായിട്ടാണല്ലോ. പിന്നെ ഒത്തിരി നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അറിയാനായിട്ട് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുവാ ഇതൊന്നും ഈ വീഡിയോ കാണുമ്പോൾ കൊതിയാകുവാണ് പുറത്തുപോയി പഠിക്കാനായിട്ട്. ഇതൊന്നും കണ്ടിട്ട് പുറത്തുപോയി പഠിക്കാൻ പറ്റാത്ത ഞാനെന്ന്. നമ്മൾ അങ്ങനെയൊന്നും കാണുന്ന കൂട്ടൊന്നും അല്ല കേട്ടോ. ഒരുപാട് സഫർ ചെയ്യേണ്ട വരും. എല്ലാം സഫർ ചെയ്തൊക്കെ നിൽക്കണം. പിന്നെ ഇപ്പം ഇന്നലെ പറ്റും കുറച്ച് നാളത്തെ ഒരു കഷ്ടപ്പാടേ ഉള്ളത്. കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരായിട്ട് മിങ്കിളായിട്ട് വന്നിട്ട് എല്ലാം സെറ്റ് ആയിക്കോളും. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളതായിട്ട് എനിക്ക് പറയാനായിട്ട്. അപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വാച്ച് ചെയ്യുക കേട്ടോ. പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പൊ ഇനി എന്തൊക്കെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ ഉള്ള വീഡിയോസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ ഓരോ വീഡിയോസിലും കമന്റ് സെക്ഷനിൽ വന്ന് പറയാം കേട്ടോ. അപ്പൊ ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.